നെവിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് എറണാകുളം മലയാറ്റൂർ മുണ്ടങ്ങാമറ്റത്തെ ബന്ധുക്കളും നാട്ടുകാരും. രാവിലെ ആലുവയിൽ പള്ളിയിൽ പോയ സമയത്താണ് മാതാപിതാക്കൾ നെവിന്റെ വിയോഗ വിവരം അറിയുന്നത്. പിന്നീട് നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ മുണ്ടങ്ങാമറ്റത്തെ നെവിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഞായറാഴ്ച ദിവസമായതിനാൽ ആലുവയിലെ പള്ളിയിലായിരുന്നു നെവിൻ്റെ മാതാപിതാക്കൾ. ഈ സമയത്താണ് ഇവരുടെ ഫോണിലേക്ക് അപ്രതീക്ഷിതമായ ദുരന്ത വാർത്ത എത്തിയത്. നെവിൻ്റെ വിയോഗ വിവരം അറിഞ്ഞതോടെ മാനസികമായി തളർന്ന ഇരുവരും ബന്ധുക്കൾക്കൊപ്പം ഏറെ നേരം പള്ളിയിൽ തന്നെ കഴിയുകയായിരുന്നു. അതേസമയം നെവിൻ്റെ മരണവിവരമറിഞ്ഞ് MLA റോജി ജോണും മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്ത് അംഗങ്ങളും ഉൾപ്പെടെ ജനപ്രതിനിധികളും നാട്ടുകാരും മുണ്ടങ്ങാമറ്റത്ത് വീട്ടിലെത്തി. അതീവ ദുഃഖകരമാണ് നെവിൻ്റെ വിയോഗമെന്ന് പഞ്ചായത്ത് അംഗം ആനി ജോസ് പറഞ്ഞു. ടീച്ചറും സാറൊക്കെ ആയിട്ട് നല്ല കണക്ഷനാണ്. കഴിഞ്ഞ ദിവസം വരെ വീട്ടിലേക്ക് വിദ്യാഭ്യാസപരമായിട്ട് നല്ലോണം പഠിക്കുന്ന മക്കളാണ് എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട്. സാറിനെ വിളിച്ചിരുന്നു, സാറ് പറഞ്ഞ് അറിഞ്ഞു, പക്ഷേ സംസാരിക്കാൻ പറ്റിയ അവസ്ഥയല്ല എന്ന് പറഞ്ഞു എന്നോട്. നെവിൻ്റെ അമ്മാവൻ ഡൽഹിയിലെത്തിയ ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുകയുള്ളൂവെന്ന് റോജി ജോൺ MLA പറഞ്ഞു. അപ്പോൾ അവർ ഡൽഹിയിൽ ചെന്നതിന് ശേഷം മാത്രമേ ബാക്കി പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ അവിടെ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അത് പൂർത്തിയാക്കാൻ നാളത്തേക്കായിരിക്കും അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കാലടി സർവകലാശാലയിലെ ജോഗ്രഫി വിഭാഗം മുൻ മേധാവി ഡോക്ടർ TS ലാൻസ്ലെറ്റിൻ്റെയും റിട്ടയർഡ് DYSP ഡെൽവിൻ സുരേഷിൻ്റെയും മകനാണ് നെവിൻ ഡെൽവിൻ. തിരുവനന്തപുരം സ്വദേശികളായ ഇവർ 12 വർഷം മുൻപാണ് മലയാറ്റൂർ മുണ്ടങ്ങാമറ്റത്ത് താമസമാക്കിയത്. +2 പഠനം പൂർത്തിയാക്കിയ ശേഷം ബംഗളൂരു ക്രൈസ്റ്റ് കോളേജിലും പിന്നീട് PG പഠനത്തിനായി ഡൽഹി JNUവിൽ ചേരുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.